ഭാരതം ആഗോള ശക്തിയാകുന്നു. ലോകരാജ്യങ്ങളെ കടത്തിവെട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ ഈ കുതിപ്പ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ചൈനീസ് പത്രം. ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ചൈനീസ് പത്രം എണ്ണി വിവരിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളും നയതന്ത്ര വിജയങ്ങളുമെല്ലാമാണ് ഈ പത്രത്തിൽ അഭിനന്ദിച്ചിരിക്കുന്നത്. ചൈനീസ് ഭരണകൂടം നേരിട്ട് നിയന്ത്രിക്കുന്ന ഗ്ലോബൽ ടൈംസ് എന്ന പത്രമാണ് ഇപ്പോൾ മോദിക്കും ഭാരതത്തിനുമൊക്കെ കയ്യടി നേടിത്തന്നിരിക്കുന്നത്. ഭാരത് നറേറ്റീവ് എന്ന തലക്കെട്ടോടെയാണ് പത്രത്തിലെ ലേഖനം പുറത്തുവന്നിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയം ഏറെ വികസിച്ചുവെന്നും ഭാരതം വലിയൊരു ശക്തി കേന്ദ്രമായി മാറിയെന്നും ന്യൂഡൽഹിയുടേത് തന്ത്രപരമായ ഇടപെടലുകളും ചിന്താഗതികളുമാണെന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ 4 വർഷത്തെ ഇന്ത്യയുടെ ഭരണ നേട്ടങ്ങളൊക്കെ തന്നെയാണ് ലേഖനത്തിൽ എണ്ണി പറയുന്നത്. ഷാങ്ഹായിലുള്ള ഫുഡാൻ സർവകലാശാലയിലെ സെന്റർ ഫോർ സൌത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ ഡയറക്ടർ ഷാങ് ജിയാൻദോങ് ആണ് ഇതിന്റെ ലേഖകൻ. ഇക്കഴിഞ്ഞ 4 വർഷമായി ഭാരതം കൈവരിക്കുന്നത് ലോക രാജ്യങ്ങളെ തന്നെ ശ്രദ്ധേയമാകുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച, നഗരഭരണത്തിലുള്ള മെച്ചപ്പെടലുകൾ, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പുതുതായി സ്വീകരിച്ച നയങ്ങൾ, പ്രത്യേകിച്ചും ചൈനയുമായി ബന്ധപ്പെട്ടുള്ളവ എല്ലാം തന്നെ ഈ ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാറുകൾ പരിശോധിച്ചാൽ വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും. നേരത്തെ തന്നെ വ്യാപാരത്തിലുള്ള അസന്തുലിതാവസ്ഥയെ ലഘൂകരിക്കാൻ ചൈന സ്വീകരിക്കുന്ന നിലപാടുകളിലൊന്ന് ഇന്ത്യൻ പ്രതിനിധികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് കയറ്റുമതി സാധ്യതകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. തന്ത്രപരമായ ആത്മവിശ്വാസത്തെയും ഭാരതമെന്ന ആഖ്യാനത്തെയും ഒക്കെ മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനായി സജീവ ഇടപെടലുകളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. സാമ്പത്തികപരമായും സാമൂഹ്യപരമായും ഒക്കെ ഇന്ത്യ കൈവരിച്ച അതിവേഗമുള്ള വളർച്ച ലോകത്തിന്റെ വലിയ ആത്മവിശ്വാസം നൽകുന്നതിനൊപ്പം തന്നെ ലോകത്തിന് മുന്നിൽ ഭാരതമെന്ന ആഖ്യാനത്തെ സൃഷ്ടിക്കാൻ സഹായിച്ചു എന്നും രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പാശ്ചാത്യരുമായി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താൻ ജനാധിപത്യ രാജ്യത്തിന്റെ ഇന്ത്യൻ പതിപ്പ് അവരിലേക്ക് എത്തിക്കാനും ന്യൂഡൽഹിക്ക് സാധിച്ചു. ഭാരതത്തിൽ വർഷങ്ങളോളം നിലനിന്നിരുന്ന കൊളോണിയൽ കാലത്തിന്റെ ആഘാതങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ലോകരാജ്യങ്ങളെ സ്വാധീനിക്കുന്ന രാജ്യമെന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് കാതലായ മാറ്റം. യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഏറെ ശ്രദ്ധേയമായത് ഇന്ത്യയുടെ സൂക്ഷ്മമായ നിലപാട് തന്നെയാണ്. US, ജപ്പാൻ, റഷ്യ തുടങ്ങിയ ആഗോള ശക്തികളുമായുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് മികവുറ്റതാക്കി എന്നതാണ് ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. മറ്റൊന്ന്, മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയങ്ങളൊക്കെ കൂടുതലായി മെച്ചപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. ആഗോള ശക്തിയാവുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ സമീപനങ്ങളിൽ വന്നിരിക്കുന്ന പരിവർത്തനത്തിന് ഏതാണ്ട് 10 വർഷത്തെ പ്രായം മാത്രമേ ഉള്ളൂ. ഈ 10 വർഷത്തിനകത്താണ് ഇന്ത്യ ആഗോള ശക്തിയായി മാറുന്നത്. ഇന്ത്യയിൽ പലതരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ നയങ്ങളെല്ലാം തന്നെ ഈ 10 വർഷത്തിനുള്ളിൽ വന്നു എന്നുള്ളത് വ്യക്തമാണ്. ചെറിയൊരു കാലയളവിലാണ് ഇത്രയധികം ഒരു വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് കണ്ടില്ലെന്ന് നടിക്കാവുന്ന വിധം ഭാരതം അത്രയേറെ വളർച്ച കൈവരിച്ചു എന്ന് തന്നെയാണ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഈ ലേഖനം പുറത്തു വരുമ്പോൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ ഉറ്റുനോക്കും. മോദിജി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇന്ത്യ ഒരു വികസന കുതിപ്പ് തന്നെ നടത്തുമെന്നുള്ളത് പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെ 2024 കടക്കുമ്പോൾ മോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് വാനോളം പുകഴ്ത്തി തന്നെയാണ് ഈ ചൈനീസ് പത്രം എത്തിയിരിക്കുന്നത് വ്യക്തമാണ്. ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. പലതരത്തിലാണ് ഇന്ത്യയുടെ വികസന കുതിപ്പ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനിയും ഇന്ത്യ ഏതൊക്കെ ഘട്ടത്തിൽ ഏതൊക്കെ തലത്തിലേക്ക് ഇന്ത്യ കൈവരിക്കും, ഇന്ത്യ മെച്ചപ്പെടും, ഇന്ത്യ നേട്ടങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്ത്യ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആഗോള രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ വൻ ചർച്ചകളായി മാറിയിരിക്കുന്നു എന്നതും ഇത്തരം വാർത്താ പ്രാധാന്യത്തോടെ തന്നെ ചൈനീസ് പത്രം നൽകുന്നതിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.